സ്വാഗതം മിഡിസ്റ്റ് അവറിലേക്ക്. ഗൾഫിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ഹത്ത ഹൈഡ്രോ പവറിൽ നിന്ന് ഈ വർഷം ഏപ്രിൽ മുതൽ ദുബായിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിക്കും. പദ്ധതി നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ചെയർമാനാണ് ഇക്കാര്യം അറിയിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഹത്തയിലെ വൈദ്യുതി പ്ലാന്റിന്റെ പ്രവർത്തനം ഇക്കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ചിരുന്നു. ഹത്ത ഡാമിലെയും പുതുതായി നിർമ്മിച്ച അപ്പർ ഡാമിലെയും വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ 96.82% പൂർത്തിയായെന്ന് ദേവ ചെയർമാൻ മുഹമ്മദ് അൽ തായർ പറഞ്ഞു. 250 മെഗാവാട്ടാണ് പ്ലാന്റിന്റെ ഉൽപ്പാദനശേഷി. 1500 മെഗാവാട്ട് മണിക്കൂർ സംഭരണശേഷിയുള്ള പ്ലാന്റിന്റെ കാലാവധി 80 വർഷമാണ്. 142.1 കോടി ദിർഹമാണ് പ്ലാന്റിന്റെ നിർമ്മാണ ചെലവ്. 2050ഓടെ സമ്പൂർണ്ണ ഹരിതോർജ്ജം എന്ന ദുബായ് ക്ലീൻ എനർജി നയത്തിന്റെ ഭാഗമായാണ് ഗൾഫിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഹത്തയിൽ പ്രഖ്യാപിച്ചത്. മീഡിയ 1 ദുബായ്. ദുബായിലെ അൽ ഖുദ്റ സ്ട്രീറ്റ് വികസനത്തിന് 789 മില്യൺ ദിർഹത്തിന്റെ കരാർ നൽകി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ യാത്രാ സമയം 2.8 മിനിറ്റായി കുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പ്രധാന ഹൈവേകളായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനെയും എമിറേറ്റ്സ് റോഡിനെയും അൽ ഖുദ്റ സ്ട്രീറ്റിലൂടെ ബന്ധിപ്പിക്കുന്നതാണ് വികസന പദ്ധതിയുടെ പ്രധാന ഭാഗം. മൊത്തം 2.7 കിലോമീറ്റർ പാലങ്ങളുടെ നിർമ്മാണം, 11.6 കിലോമീറ്റർ സ്ട്രീറ്റ് റോഡ് വികസനം എന്നിവയും പദ്ധതിയിലുണ്ട്. അറേബ്യൻ റാഞ്ചസ് 1 and 2, ദുബായ് മോട്ടോർ സിറ്റി, ദുബായ് സ്റ്റുഡിയോ സിറ്റി, അക്വയ, മുഡോൺ, ഡമാക് ഹിൽസ്, സസ്റ്റൈനബിൾ സിറ്റി എന്നിവയുൾപ്പെടെ നിരവധി മേഖലയുടെ വികസനത്തിന് ഈ പദ്ധതി പ്രയോജനപ്പെടും. ഗതാഗത കുരുക്കൊഴിവാക്കി യാത്രാസമയം കുറയ്ക്കാൻ പദ്ധതിയിലൂടെ കഴിയും. അൽ ഖുദ്റ സ്ട്രീറ്റിൽ നിന്നും എമിറേറ്റ്സ് റോഡിലേക്കുള്ള ഗതാഗത കുരുക്ക് ഇതിലൂടെ ഒഴിവാക്കാനാകും. അൽ ഖുദ്റ സ്ട്രീറ്റിലേക്കും തിരിച്ചും നേരിട്ടുള്ള ഗതാഗതവും ഇതിലൂടെ സാധ്യമാകും. നിലവിൽ 9.9 മിനിറ്റുള്ള യാത്രാസമയം 2.8 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ദുബായ്. സൗദിയിലെ യുവാക്കളുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്നാപ്ചാറ്റ് എന്ന കണക്കുകൾ. 25 മില്യണിലധികം ഉപഭോക്താക്കളാണ് പ്രതിമാസം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. സൗദി മീഡിയ ഫോറത്തിൻ്റെതാണ് കണക്കുകൾ. 25 മില്യണിലധികം ഉപഭോക്താക്കളാണ് പ്രതിമാസം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഓരോ ഉപഭോക്താവും ദിനേന പ്ലാറ്റ്ഫോമിൽ ചെലവിടുന്നത് ശരാശരി 70 മിനിറ്റോളമാണ്. 13നും 34നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഉപഭോക്താക്കളിൽ 90% പേരും. സൗദിയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും അധികം സ്വീകാര്യത കിട്ടുന്ന ഇടവും സ്നാപ്ചാറ്റ് തന്നെ. വാർത്ത, വിനോദം, ബ്രാൻഡ് എൻഗേജ്മെന്റ് എന്നിവയ്ക്കും പ്ലാറ്റ്ഫോമിൽ പ്രാധാന്യമുണ്ട്. വീഡിയോ കണ്ടന്റുകൾക്കാണ് നിലവിൽ കാഴ്ചക്കാർ ഏറെയുള്ളത്. വാർത്താ മാധ്യമങ്ങൾ, ഇൻഫ്ലുവൻസേഴ്സ്, പരസ്യദാതാക്കൾ തുടങ്ങിയവർ നിലവിൽ പ്ലാറ്റ്ഫോമിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വരും കാലങ്ങളിൽ പ്രാദേശിക ബ്രാൻഡുകൾക്കും ആഗോള കമ്പനികൾക്കും പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിപണനം മെച്ചപ്പെടുത്താമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. നിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യാംബുവിലും വിവിധ ആഘോഷ പരിപാടികൾ അരങ്ങേറി. റോയൽ കമ്മീഷനിലും ഡൗൺ ടൗണിലുമായി നടന്ന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. സൗദിയുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. നൃത്തം, പാട്ടുകൾ, വെടിക്കെട്ട് തുടങ്ങി നിരവധി പരിപാടികൾ ഒരുക്കിയിരുന്നു. യാംബു പുഷ്പോത്സവ നഗരിയിൽ ഫൗണ്ടിംഗ് ദിന പ്രത്യേക പരിപാടികളായിരുന്നു കഴിഞ്ഞ ദിവസം. اليوم موجود العديد من البرامج والفعاليات في المهرجان، العرض النجدية، اللعبة، الفن الينبعاوي، الخطوة الجنوبية، دخول هنا بالزي التراثي بشكل كامل، العديد من الفعاليات، الألعاب النارية، فعاليات متنوعة مختلفة بمناسبة يوم التأسيس. സ്വദേശികളോടൊപ്പം വിദേശികളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ആ ഡാൻസ് കണ്ട് പിന്നെ കൊള്ളായിരുന്നു. ഡ്രമ്മ്, പിന്നെ സാക്സോഫോൺ നല്ലായിരുന്നു. വാട്ടർ ഫ്രണ്ടിൽ നടന്ന നാവിക പരേഡിൽ ബോട്ടുകളിലും വാട്ടർ സ്കൂട്ടറിലുമായി വിവിധ അഭ്യാസ പ്രകടനങ്ങളും സൗദി ഫൗണ്ടിംഗ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു.
രാജ്യത്തെ ചൊവ്വാഴ്ച മുതൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മുസന്തം ഗവർണറേറ്റ്, അൽ ഹജർ പർവ്വതനിരകൾ, ഒമാൻ കടലിന്റെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടാനും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. മിക്ക ഗവർണറേറ്റുകളിലും വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശും. പൊടിയും മണലും ഉയരും. താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകും. കടൽ പ്രക്ഷുബ്ധമാകും. മുസന്തം ഗവർണറേറ്റിന്റെ പടിഞ്ഞാറൻ തീരത്ത് തിരമാലകൾ 2.5 മുതൽ 3 മീറ്റർ വരെയും ഒമാന്റെ ബാക്കി തീരപ്രദേശങ്ങളിൽ 1.5 മുതൽ 2 മീറ്റർ വരെയും ഉയരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സൗദിയിൽ മറ്റന്നാൾ മുതൽ വീണ്ടും തണുപ്പ് വർദ്ധിക്കും. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റമാണ് കാരണം. അൽ ജൗഫ്, ഹായിൽ, ഖസീം, റിയാദ് എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. മറ്റന്നാൾ മുതൽ വീണ്ടും തണുപ്പ് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റമാണ് കാരണം. അൽ ജൗഫ്, ഹായിൽ, ഖസീം, റിയാദ് എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. ഇവിടങ്ങളിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. കിഴക്കൻ പ്രവിശ്യകളിലെ ചിലയിടങ്ങളിലും തണുപ്പ് ശക്തമാകും. ഇവിടങ്ങളിൽ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ഈ മാസം അവസാനത്തോടെ ശീതകാലത്തിനും അവസാനമാകും. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാഗ്രത പാലിക്കണം. ബന്ധപ്പെട്ട അതോറിറ്റികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ വിവരങ്ങൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിലെ ഖുറിയാത്തിൽ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതിന് ഏഷ്യൻ വംശജയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് അറസ്റ്റ് ചെയ്തത്. ഖുറിയാത്ത് വിലായത്തിലെ ഒരു വീട്ടിൽ ദിവസവേതനക്കാരിയായ ജോലിക്കാരിയാണ് പ്രതി. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ROP അറിയിച്ചു. പൊതുഗതാഗത സർവീസുകൾ വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ പദ്ധതികളുടെ അവലോകനവുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി. പുതിയ റൂട്ടുകൾ, ബസ് ലൈനുകൾ, പുതിയ ബസ് സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിയുടെ 2ാം ഘട്ടം ഈ വർഷം പൂർത്തിയാക്കും. 3ാം ഘട്ടത്തിൽ മസ്കത്ത് മെട്രോയുടെയും വാട്ടർ ടാക്സികളുടെയും വികസനവും നടപ്പാക്കും. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊതു സർവീസുകൾ വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ പദ്ധതികൾ മസ്കത്ത് മുനിസിപ്പൽ കൗൺസിൽ യോഗം അവലോകനം ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ടമായ 2015-18 കാലഘട്ടത്തിൽ മെയിൻ സെക്കൻഡറി റൂട്ടുകളിൽ ബസ് സർവീസുകൾ ആരംഭിക്കൽ, ടാക്സികൾ കാര്യക്ഷമമാക്കൽ, നടപ്പാതകൾ മെച്ചപ്പെടുത്തൽ എന്നിവ നടന്നിട്ടുണ്ട്. 2019 ആരംഭിച്ച് ഈ വർഷം അവസാനിക്കുന്ന 2ാം ഘട്ടത്തിൽ പുതിയ റൂട്ടുകൾ, സമർപ്പിത ബസ് ലൈനുകൾ, പുതിയ ബസ് സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന ബസ് സർവീസുകളുടെ വിപുലീകരണം ഉൾപ്പെടുന്നു. 2026 മുതൽ തുടങ്ങി 2040 വരെ നീണ്ടു നിൽക്കുന്ന 3ാം ഘട്ടത്തിൽ മസ്കത്ത് മെട്രോയുടെയും വാട്ടർ ടാക്സികളുടെയും വികസനം നടക്കും. മസ്കത്തിൽ മുവാസലത്ത് നടത്തുന്ന ഇന്റർസിറ്റി സർവീസുകളും ഗതാഗത മന്ത്രാലയം അവലോകനം ചെയ്യും. സമഗ്രമായ പഠനം നടത്താൻ ഒരു അന്താരാഷ്ട്ര കൺസൾട്ടന്റിന് ടെൻഡർ നൽകും. തലസ്ഥാനത്തെ മുവാസലത്തിന്റെ എല്ലാ റൂട്ടുകളും പുനഃപരിശോധിക്കും. മെച്ചപ്പെടുത്തൽ പദ്ധതികളുടെ ഭാഗമായി ഓരോ റൂട്ടിനും സർക്കാർ തീരുമാനിക്കുന്ന സബ്സിഡികളും നൽകും. ബസ് റൂട്ട് വിശകലനം, ഷെഡ്യൂളിംഗ്, യാത്രക്കാരുടെ ഡാറ്റ, സേവന കവറേജ് എന്നിവയിലും ഇന്റർസിറ്റി നെറ്റ്വർക്ക് കവറേജിലും ചെലവിലും പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കും. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റിൽ റമദാൻ മാസപ്പിറ നിരീക്ഷിക്കാൻ വിശ്വാസി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് അധികൃതർ. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ചേരുന്ന സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ യോഗം റമദാൻ പ്രഖ്യാപനം നടത്തും. രാജ്യത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ മാസപ്പിറവി ദൃശ്യമാകുന്നവർ 225376 എന്ന നമ്പറിൽ അതോറിറ്റിയുമായി ബന്ധപ്പെടണമെന്ന് നീതിന്യായ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബഹ്റൈനിൽ ഗതാഗത നിയമലംഘനം നടത്തിയാൽ ചുമത്തുന്ന പിഴകളടക്കാൻ 30 ദിവസത്തെ കാലാവധി അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി MP-മാർ. നിലവിലുള്ള 7 ദിവസത്തെ കാലാവധിക്ക് പകരം 30 ദിവസത്തെ സമയം അനുവദിക്കണമെന്നാണ് ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ നിർദ്ദേശിച്ചത്. നിയമലംഘകർ 30 ദിവസത്തിനുള്ളിൽ പിഴയടക്കാൻ തയ്യാറായാൽ പിഴ പകുതി തുകയായി കുറയ്ക്കണമെന്നും MP-മാർ ആവശ്യപ്പെട്ടു. ആവേശക്കൊടുമുടിയിലാണ് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഇന്ത്യൻ ആരാധകർ. പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കുന്ന ആധികാരിക വിജയം മാത്രമല്ല, വിരാട് കോഹ്ലിയുടെ എക്കാലത്തും ഓർത്തുവെക്കാവുന്ന ഇന്നിംഗ്സ് കൂടിയാണ് അവർ സാക്ഷ്യം വഹിച്ചത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീന്റെ റിപ്പോർട്ടിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കളി? എത്രമാത്രം ആവേശകരമായിരുന്നു? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം തന്നെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആവേശം എവിടെയാണെന്നുള്ളതൊന്നും പറയാനില്ല. അത്ര തന്നെ കാലത്ത് ഒരു 10 മണിക്ക് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ കയറിയതാണ്. കുടുംബസമേതം ചെറിയ കുട്ടികളടക്കം ഞങ്ങൾ കയറിയപ്പോൾ ഇതുവരെ നമ്മുടെ കുട്ടികളടക്കം ആ ഒരു ആവേശത്തിൻ്റെ അവസാന തുള്ളി, അവസാന ബോൾ വരെ നിലനിർത്തിക്കൊണ്ടായിരുന്നു മാച്ച്. വളരെ ഗംഭീരമായിട്ടുള്ള മാച്ചായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഇന്ത്യ ടോട്ടലി ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ബോളിംഗ് സൈഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാറ്റിംഗ് സൈഡ് ആയിക്കോട്ടെ. ഇന്ന് കോഹ്ലിയുടെ ഒരുപാട് സമയത്തിന് ശേഷമുള്ള ഒരു ബ്രില്യൻ ഇന്നിങ്സ്, ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. അത്
കാണാൻ സാധിച്ചതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ്. സ്പെഷ്യലി എൻ്റെ വൈഫ് ഒരു കോഹ്ലി ഫാനാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? ഗംഭീരമായിരുന്നു തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യ പാക് മത്സരം കാണുന്നത് തന്നെ. അത് കോഹ്ലിയുടെ ഒരു ഗംഭീര സെഞ്ചുറി കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ കരയായിരുന്നു ലാസ്റ്റ് മിനിറ്റിലൊക്കെ. ഇറ്റ് വാസ് ഓസം. തീർച്ചയായിട്ടും താങ്ക് യു. എങ്ങനെ എൻജോയ് ചെയ്തു? നന്നായിട്ടുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ആയി ഇതൊക്കെ. ഒന്നും പറയാനില്ല. ശരിക്കും കോഹ്ലിയുടെ ഒരു ഡിറ്റർമിനേഷൻ എടുത്തു പറയേണ്ടതാണ്. കാരണം ടീം ടോട്ടലിനോട് എടുത്തിട്ട് കളി തീർന്നു പോകുന്നു വിചാരിച്ചു. പക്ഷേ കോഹ്ലി ആ സ്റ്റേണായി നിന്ന് ആ 4 അടിച്ച്, ലാസ്റ്റത്തെ 4 അടിച്ച് അവന്റെ സെഞ്ചുറിയും അറ്റ് ദ സെയിം ടൈം നമ്മുടെ വിജയ റണ്ണും കൂടി നേടി. അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ആ ഡിറ്റർമിനേഷൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ഉഷാറായിട്ടുള്ള ഒരു കളിയായിരുന്നു. ഇന്ത്യ ജയിച്ചതിൽ വളരെ സന്തോഷം. അതും ഇന്ത്യ പാകിസ്ഥാൻ ഉള്ളത്, അതെ, കോഹ്ലിക്ക് സെഞ്ചുറിയും കിട്ടി. വളരെ സന്തോഷം. മുമ്പ് ഇന്ത്യ പാക് മത്സരം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെതായ എന്താ പറയാ, എല്ലാം എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു കളിയായിരുന്നു. കോഹ്ലിക്ക് വേൾഡ് റെക്കോർഡ്, അതേപോലെ തന്നെ ഒരു സെഞ്ചുറി, എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അത് തന്നെയായിട്ടാണ് അവസാനിച്ചത്. ഭയങ്കര ഹാപ്പി, അത്രയേ ഉള്ളൂ. വിരാട് കോഹ്ലിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്കിന്ന് എടുത്തു പറയേണ്ടതാണ്. സെഞ്ചുറി അടിച്ചു. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ജയിക്കൽ മാത്രമല്ല, സെഞ്ചുറിയാണ് ഇതിലെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നത്. കാരണം വിരാട് കോഹ്ലിനെ സെഞ്ചുറി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്നത്. അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ഉറപ്പിച്ചിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ പാകിസ്ഥാന്റെ അടുത്ത് ജയിക്കാനാണ് ആഗ്രഹിക്കാറ്. ഇത് വിരാട് കോഹ്ലിയുടെ ഹാർഡ് ഫാൻസ് ആണ് നമ്മളെല്ലാവരും. അപ്പൊ വിരാട് കോഹ്ലി ഇത് പാകിസ്ഥാനായിട്ടുള്ള കളിയിലാണ് എപ്പോഴും തിരിച്ചു വരവ്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വന്നത് 14,000 റണ്ണ് തേക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. സെഞ്ചുറി അടിച്ചപ്പോ ഇരട്ടി മധുരം. അതാണ് സോ ഹാപ്പി. കോഹ്ലിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചിട്ട് നമുക്ക് എടുത്തു പറയണം. അതായത് നമ്മളെല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് പാകിസ്ഥാനോട് എതിരല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ മാച്ചിന്റെ ഒരു ഇത് കണ്ടിട്ട് നമുക്കൊരു എതിരായിട്ടുള്ള ഒരു ടീമായിട്ട് തോന്നുന്നില്ല പാകിസ്ഥാൻ. എൻജോയ് ചെയ്തു. നല്ലൊരു മാച്ച്. കോഹ്ലിയുടെ സെഞ്ചുറി അതെല്ലാവരും കാത്തിരുന്നതാണ്. അത് ക്രൗഡ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്രത്തോണ്ട് ക്രൗഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ഓരോ റൺസിനും എതിർ ബാറ്റ്സ്മാൻ വരുമ്പോൾ അവർ സിംഗിൾ വേണ്ടിയിട്ടും ഡിഫെൻഡ് ചെയ്യാനും വേണ്ടി ഇന്ത്യക്കാരായ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം കോഹ്ലിയുടെ ഒരു സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഫൈനലി അത് ഹാപ്പൻ. അമേസിംഗ് മാച്ചായിരുന്നു. കാണേണ്ട ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു അത് അവിടെ ഇരിക്കണം. എന്നാലാണ് ആ കോഹ്ലിയുടെ 100ഉം അമേസിങ്. അവർ നമ്മൾ കഴിഞ്ഞ T20 തോപ്പിച്ചതിനൊരു നല്ല ഈസി പ്രതികാരമായിരുന്നു. അത് സൂപ്പറായിരുന്നു കളി. എത്രമാത്രം ആവേശകരമായിരുന്നു ഇന്നത്തെ മത്സരം? ഒന്നും പറയാനില്ല. അവിടെ സ്റ്റേഡിയത്തിൽ ഉള്ള ആൾക്കാർ തൊട്ട് വിരാട് കോഹ്ലി കളിച്ച സമയത്ത് ആ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുന്ന സമയത്ത് സംതിങ് ടോട്ടലി ഡിഫറെന്റ്. ഇറ്റ്സ് ലൈക്ക് എ റിലീജിയൻ ഫോർ us. അപ്പം സത്യം പറയാവുന്ന ഇന്നത്തെ ഈ മാച്ച് നമ്മൾ ലൈവായി കാണാൻ സാധിച്ചതിൽ ദുബായിൽ ഇത്രയും നല്ല മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തതിൽ ഹാറ്റ്സ് ഓഫ് ടു ദം ആൻഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹ്യൂജ് റെസ്പെക്ട് തന്നെ പറയണം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സെഞ്ചുറിയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു ഇന്ത്യ, വിരാട്. എങ്ങനെയാ ആ നിമിഷത്തെ ഓർക്കുന്നത്? ഇല്ല, വിരാട് ഇന്ന് കളിച്ചില്ലായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ശുഭ്മാൻ ഗിൽ കളിച്ചില്ല. കഴിഞ്ഞ മാച്ചിൽ സെഞ്ചുറി അടിച്ചു. ഈ മാച്ചിൽ വിരാട് കോഹ്ലി അല്ലാതെ വേറെ ഒരാൾ അവിടെ നിന്നിട്ടില്ല. സോ ഈ ഒരു സെഞ്ചുറി മീൻസ് എ ലോട്ട്. ബിക്കോസ് അടുത്ത വേൾഡ് കപ്പിന് ഇനിയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ കാണുമെന്നൊന്നും അറിയത്തില്ല. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് സെഞ്ചുറി ആൻഡ് ദ വിന്നിംഗ് മാച്ച് ഫോർ us. Whatever it was a very good match to see, and all the best India, and we will see whoever's playing with us on the final. That's about it. And before semi-final also. And semi-final also. Adenu endaanengil India jeikum. That's not an issue. ഇല്ല, ഒരു സംശയമില്ല. No problem. അത് കാരണമാണ് പറഞ്ഞത് ഫൈനൽ കാണാമെന്ന്. ഇന്ന് വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ത്യൻ്റെ വിജയത്തോടൊപ്പം വിരാട് കോഹ്ലിയുടെ ഫോമും ആ സെഞ്ചുറിയും വല്ലാതെ ഒരു പറഞ്ഞറിയിക്കാത്തൊരു സന്തോഷമാണ് ഇവിടെ എനിക്ക് അറിയിക്കാനുള്ളത്. ലവ് മൈ ഇന്ത്യ ആൻഡ് വിരാട് കോഹ്ലി ഓൾസോ. വിരാട് കോഹ്ലിയുടെ ഒരു തിരിച്ചുവരവ്, കുറച്ചു നാളത്തെ മോശം പെർഫോമൻസിനെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയെന്ന് തോന്നുന്നതാണ്. വളരെ സത്യമായിട്ടും എനിക്ക് പറയാനുള്ളത് വിരാട് കോഹ്ലിൻ്റെ ഏറ്റവും നല്ലൊരു പെർഫോമൻസായി നല്ലൊരു മുന്നേറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. How did you enjoy today's match? It was very entertaining, especially the century of Virat Kohli. It was really fun to watch. 82nd century. 83rd century. Okay. Yeah. It was an amazing match. ഇനി മാർച്ച് 2 ന്യൂസിലാൻഡുമായാണ് ഇന്ത്യയുടെ മത്സരം. അതിനുശേഷം സെമിയും ഫൈനലും ദുബൈയിൽ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദുബൈയിലെ ഇന്ത്യൻ ആരാധകർ.
യാസർ അർഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഇമാം അൽ ഖോസാമ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ കിൻഡർ ഗാർഡൻ വിഭാഗം വാർഷികം സംഘടിപ്പിച്ചു. കൊച്ചുകുട്ടികളുടെ വ്യത്യസ്ത സംഗീത കലാപരിപാടികൾ അരങ്ങേറി. വിശിഷ്ടാതിഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. സ്കൂൾ KG വിഭാഗം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ പരിപാടികളോടെ അരങ്ങേറി. കിൻഡർ ഗാർഡൻ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. അൽമുന ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ കാസിം ഷാജഹാൻ മുഖ്യ അതിഥിയായി. അവദ് ഇസാൽ ഹൈക്കൻ, ഫഹദ് അസ്മരി, അൽഖൊസാമ സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ ലിജു ഐപ്പ് എന്നിവർ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരികവും പൈതൃകവുമായ വിവിധ കലാരൂപങ്ങളുമായി കൊച്ചു വിദ്യാർത്ഥികൾ അരങ്ങിലെത്തി. സ്കൂളിൽ നിന്നും 10ാം തരം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രിൻസിപ്പൽ സജിത M. സുരേഷ്, കോഓർഡിനേറ്റർ അശ്വതി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1, ദമ്മാം. സൗത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 2 പതിറ്റാണ്ടോളം പാരമ്പര്യമുള്ള ദ ബിസ്കൂൾ ഇന്റർനാഷണൽ ജിദ്ദയിൽ പ്രവർത്തനം തുടങ്ങുന്നു. ഓഫീസ് ലോഞ്ചിങ്ങും ബിസിനസ്സുകാർക്കുള്ള സൗജന്യ ലീഡർഷിപ്പ് ട്രെയിനിങ്ങും ഫെബ്രുവരി 24 ഞായറാഴ്ച റാഡിസൺ ബ്ലൂ ഹോട്ടൽ വെച്ച് നടക്കും. ബിസിനസ് ട്രെയിനറും ബി സ്കൂൾ അക്കാദമി ഡീനുമായ ഫൈസൽ സെഷൻ അവതരിപ്പിക്കും. എക്സിക്യൂട്ടീവ് PGDBM MBA കോഴ്സുകൾ ജിദ്ദയിൽ ആരംഭിക്കും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ പന്തക്കൻ, അഖിൽ മുഹാദ്, PT മുഹമ്മദ് യൂനുസ്, KT നജീബ് മുസ്ലിയാരകത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദമാം ഇന്ത്യൻ സ്കൂൾ സമ്പൂർണ്ണമായും കോ എഡ്യൂക്കേഷൻ സംവിധാനത്തിലേക്ക് മാറുന്നു. പുതിയ അധ്യയന വർഷം മുതൽ 3 ഘട്ടമായാണ് മുതിർന്ന ക്ലാസുകളിൽ കോ എഡ്യൂക്കേഷൻ സംവിധാനം നടപ്പിലാക്കുക. കഴിഞ്ഞ വർഷം നടപ്പിലാക്കാൻ ഒരുങ്ങിയ സംവിധാനം രക്ഷിതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. രക്ഷിതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഉപേക്ഷിച്ച കോ എഡ്യൂക്കേഷൻ സംവിധാനം വീണ്ടും നടപ്പിലാക്കി ദമാം ഇന്ത്യൻ സ്കൂൾ. 7 മുതൽ മുകളിലോട്ടുള്ള ക്ലാസുകളിലാണ് ഘട്ടം ഘട്ടമായി സംവിധാനം നടപ്പിലാക്കുന്നത്. 7-8 ക്ലാസുകളിൽ ഈ വർഷം തന്നെ സംവിധാനം നിലവിൽ വരും. പുതിയ അധ്യയന വർഷം മുതൽ ക്ലാസുകൾ മിക്സഡ് സംവിധാനത്തിലേക്ക് മാറുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. അടുത്ത വർഷം 9-10 ക്ലാസുകളിലും തൊട്ടടുത്ത വർഷം 11-12 ക്ലാസുകളിൽ കൂടി സംവിധാനം നിലവിൽ വരുന്നതോടെ സ്കൂൾ സമ്പൂർണ്ണമായും പുതിയ രീതിയിലേക്ക് മാറും. കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സംവിധാനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രക്ഷിതാക്കളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. മുതിർന്ന വിദ്യാർത്ഥികൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്താതെ ധൃതിപ്പെട്ട് നിയമം നടപ്പിലാക്കുന്നു എന്നതായിരുന്നു അന്നത്തെ എതിർപ്പിന് പ്രധാന കാരണം. മീഡിയ 1, ദമ്മാം. ബഹ്റൈനിൽ കണ്ണൂർ സർഗവേദിയുടെ പുതിയ പ്രവർത്തന കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതി അധികാരമേറ്റു. ബേബി ഗണേഷ് പ്രസിഡന്റായും ബിജിത്ത് ജനറൽ സെക്രട്ടറിയായുമുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റെടുത്തത്. മലയാളി സമാജം സൗദി ജുബൈൽ ഘടകം റമദാൻ കിറ്റ് വിതരണ ഉദ്ഘാടനവും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ സലീം ആലപ്പുഴ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് തോമസ് മാത്യു മാമൂടൻ, നൌഷാദ് PK, നിസാം യാക്കൂബ് തുടങ്ങിയവർ സംസാരിച്ചു. മരുഭൂമിയിൽ ആട്ടിടയന്മാർക്ക് വിതരണം ചെയ്യുന്ന കിറ്റുകൾ സ്പോൺസർമാരിൽ നിന്നും ഏറ്റുവാങ്ങി. ബൈജു, അഞ്ചൽ, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ കൊല്ലം ജില്ലാ നിവാസികളുടെ കൂട്ടായ്മയായ കൊല്ലം ജില്ലാ പ്രവാസി സമാജം ബാലവേദി രൂപീകരിച്ചു. ക്ലബ് ഫാം ഹൗസിൽ വെച്ച് നടന്ന പരിപാടി അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ബിനിൽ ദേവരാജൻ, തമ്പി ലൂക്കോസ്, രഞ്ജൻ ബിനിൽ എന്നിവർ ആശംസകൾ നേർന്നു. ദുബായ് മാംസാർ പാർക്കിൽ ലുലു സംഘടിപ്പിച്ച കൂട്ട നടത്തത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. UAEയുടെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആശയത്തിന് പിന്തുണയുമായി വാക്കത്തൺ നടൻ ആസിഫ് അലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദുബായ് മംസാർ പാർക്കിൽ 3 കിലോമീറ്ററാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. വാക്ക് ഫോർ ഗ്രീൻ എന്ന പ്രമേയത്തിൽ സുസ്ഥിരത, ആരോഗ്യകരമായ ജീവിതശൈലി എന്നീ സന്ദേശങ്ങൾ കൂടി പങ്കുവച്ചായിരുന്നു പരിപാടി. നടൻ ആസിഫ് അലി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ വാക്കത്തോൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു ക്രൗഡ് പ്രതീക്ഷിച്ചില്ല. അതില് മലയാളികൾ മാത്രമല്ല, എല്ലാ നാഷണാലിറ്റീസും ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. I feel so proud. I am so happy to be here. Thank you Lulu, thank you Mastercard for having me here. അറബ് നടൻ അഹമ്മദ് സെയ്ഫ്, ഫിലിപ്പിനോ താരം OMG മാർക്ക്, ഫുട്ബോൾ താരം അബ്ദുൽ ഫെത്ത ബർസാമ എന്നിവരും വാക്കത്തോണിൽ ഭാഗമായി. അംഗവൈകല്യത്തെ അതിജീവിച്ച നിരവധി പേർ വാക്കത്തോണിൽ പങ്കെടുത്തു.
വാക്കത്തോണിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഇവർ തത്സമയം വേദിയിൽ വരച്ചു. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ സലീം MA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. UAEയുടെ കമ്മ്യൂണിറ്റി വർഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ബീച്ച് റണ്ണിൽ പങ്കെടുത്ത് UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മാരി. മുൻനിര അത്ലറ്റുകൾ ഉൾപ്പെടെ പങ്കെടുത്ത കമ്മ്യൂണിറ്റി റണ്ണിൽ 5 കിലോമീറ്റർ ദൂരം മന്ത്രിയും ഓടി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിനായി കേരളത്തിലെത്തിയ മന്ത്രി കണ്ണൂർ ബീച്ച് റണ്ണിന്റെ മെന്റർ കൂടിയായ വ്യവസായി ഡോക്ടർ ഷംസീർ വയലിലിന്റെ ക്ഷണപ്രകാരമാണ് കണ്ണൂരിലെത്തിയത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കമ്മ്യൂണിറ്റി റണ്ണിൽ പങ്കെടുക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അബ്ദുള്ള ബിൻ തൗക്ക് അൽ മാരി പറഞ്ഞു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച കണ്ണൂർ ബീച്ച് റണ്ണിൽ ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി 1000-ഓളം പേർ പങ്കെടുത്തു. എത്യോപ്യയിൽ നിന്നുള്ള 6 അന്താരാഷ്ട്ര റണ്ണർമാരും മത്സരത്തിൽ പങ്കെടുത്തു. കുവൈത്ത് ദേശീയ വിമോചന ദിനാഘോഷത്തിന്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മൈ കുവൈത്ത് മൈ പ്രൈഡ് എന്ന പേരിൽ പ്രത്യേക പ്രൊമോഷൻ തുടങ്ങി. ഖുറൈൻ ഔട്ട്ലെറ്റിൽ മുബാറക് അൽ കബീർ ഗവർണറും ലുലു കുവൈത്ത് മുതിർന്ന മാനേജ്മെന്റ് അംഗങ്ങളും ചേർന്ന് പ്രൊമോഷൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപ്രകടനങ്ങളും നടന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ശാഖയിലും പ്രൊമോഷൻ കാലയളവിൽ പ്രത്യേക ഡിസ്കൗണ്ടുകൾ ലഭിക്കും. കുവൈത്തിന്റെ 64ാം സ്വാതന്ത്ര്യ വാർഷികത്തിന്റെ ഭാഗമായി 64 എക്സ്ക്ലൂസീവ് ഓഫറുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഷോപ്പർ മാർക്ക് ട്രോളിയിൽ ഉള്ള എല്ലാ ഇനങ്ങളും സൗജന്യമായി നേടാനുള്ള അവസരവും ഇതോടൊപ്പം ലഭിക്കും. ഡീൽ ഓഫ് ദ ഡേ യിൽ തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ ദിവസവും വിലക്കുറവും ലഭിക്കും. പ്രൗഡ്ലി ഫ്രം കുവൈത്ത് ക്യാമ്പയിനിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും കുവൈത്ത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക കിഴിവുകളും ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ഇന്റർനാഷണൽ സൗദി ദമാം ചാപ്റ്റർ മലയാളത്തിന്റെ പ്രിയ ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സുനിൽ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷാജി മദലകം, യാസർ അർഫാത്ത്, TM സിയാദ്, സദാനന്ദ് പുന്നയൂർ എന്നിവർ ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാവഗായകന്റെ മനോഹര ഗാനങ്ങൾ കോർത്തിണക്കി അറേബ്യൻ സിംഗേഴ്സ് ഗായകർ ഗാനാഞ്ജലി തീർത്തു. നൃത്തച്ചുവടുമായി പ്രവിശ്യയിലെ നർത്തകിമാരും അരങ്ങിലെത്തി. നിർമ്മാതാവും സംവിധായകനുമായ മമ്മി സെഞ്ച്വറിയുടെ 25ാമത്തെ സിനിമയുടെ പൂജ ദുബൈയിൽ നടന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ട സിനിമയിലെ നായക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക പുതുമുഖങ്ങളാണ്. ദേവൻ, റഫീഖ് ചൊക്ലി തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും. നാട്ടിൽ ചിത്രീകരിക്കുന്ന സിനിമയിലെ ചില ഗാനരംഗങ്ങൾ ദുബൈയിൽ ചിത്രീകരിക്കും. മമ്മിക്കയുടെ എത്രാമത്തെ സിനിമയാണിത്? ഈ സിനിമയുടെ പ്രത്യേകത എന്താണ്? ഇതെൻ്റെ 25ാമത്തെ സിനിമയാണ്. 25ാമത്തെ സിനിമ, ഞാൻ സംവിധാനം ചെയ്യുന്ന 10ാമത്തെ സിനിമ, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് തന്നെ. നമ്മളൊക്കെ ചെറുപ്പം മുതൽ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു 4 ആൺകുട്ടികളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. അവർ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല, അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന 4 കൂട്ടുകാർ. അവരൊരു സിറ്റിയിൽ താമസിക്കുന്നു. അതേ സിറ്റിയിൽ താമസിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവരെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. എന്നാൽ അതിൽ പിന്നെ കുറച്ച് സസ്പെൻസാണ് ഇതിൽ. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണെന്ന് പറയാം. ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു പോലീസ് സ്റ്റോറിയെ ശരിക്കും ബേസ് ചെയ്തുകൊണ്ടുള്ള കഥ തന്നെയാണ്. അപ്പോൾ ഇത് ഇവരൊരു ടൂറ് പോകുമ്പോൾ റിസോർട്ടിൽ വെച്ചുണ്ടാകുന്ന ഒരു സംഭവത്തിൽ ഒരു സ്ത്രീ അവിടെ കൊല്ലപ്പെടുകയും അങ്ങനെ അതിന് അന്വേഷണത്തിന് വേണ്ടി നമ്മുടെ നടൻ ദേവൻ, അതുപോലെ റഫീഖ് ചൊക്ലി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കുറ്റാന്വേഷണവും അവസാനം പ്രതിയെ കണ്ടുപിടിക്കുന്നതുമാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. അത് വളരെ ത്രില്ലിംഗ് ആയിട്ട് ഒരുപാട് ട്വിസ്റ്റുകളോടുകൂടി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ, ഫ്രണ്ട്ഷിപ്പിലൂടെ. ആദ്യം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങുന്നു, പിന്നെ അതൊരു ത്രില്ലിംഗ് സബ്ജക്റ്റിലേക്ക് മാറുന്നു. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഗൾഫിലാണ് ഇതിൻ്റെ പൂജ നടക്കുന്നത്. ഈ ഗൾഫായിട്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗൾഫിലാണോ ചിത്രീകരണം? ഗൾഫായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് സുൽഫി. ഈ സുൽഫി മീഡിയയിൽ വെച്ച് ഇതിൻ്റെ ഒരു പൂജ നടത്തണമെന്ന്
സുൽഫിയുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വച്ചത്. പിന്നെ എന്നെ സംബന്ധിച്ചും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ചിത്രത്തിൻ്റെ തുടക്കം തന്നെ അത് ദുബായിൽ വെച്ച് നടക്കുക എന്നുള്ളത് ഏതൊരാൾക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ച് ചെയ്തത്. പിന്നെ ഇതിൽ ഒരു പാട്ട് സീൻ, ഒരു ഗാന ചിത്രീകരണം ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ പുതുമുഖങ്ങളാണ് കൂടുതൽ അഭിനയിക്കുന്നത്. പക്ഷേ പഴയ മുഖങ്ങളുണ്ട്. ദേവനുണ്ട്, സ്ഫടികൻ ജോർജ് ഉണ്ട്, അതുപോലെ മുഖപരിചയമുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. അതോടൊപ്പം പുതുമുഖങ്ങളും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങളാണ്. ദേവൻ്റെ കഥാപാത്രവും സ്ഫടികത്തിൻ്റെ കഥാപാത്രവും ഒക്കെ പ്രാധാന്യമുള്ള തന്നെയാണ്. പക്ഷേ നായകന്മാർ പുതുമുഖങ്ങളാണ്. ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്താണ്? ഇതിപ്പോൾ എത്രാമത്തെ സിനിമയായിട്ടാണ്? എൻ്റെ 21ാമത്തെ സിനിമയാണ്. എനിക്ക് സെഞ്ച്വറി ഫിലിംസിൻ്റെ തന്നെ 8-9 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ഫ്രണ്ട്ഷിപ്പാണ്. കോളേജിനപ്പുറവും ജോലി ചെയ്യുന്നവരിലും ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അത്തരമൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലേഡീസായാലും ജെൻസായാലും ആ ഫ്രണ്ട്ഷിപ്പുകളും അവിടെ നടക്കുന്ന ധാരണമായൊരു സംഭവം അതിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പുതുമയാർന്ന ഒരു ചിത്രമാണ്. ഞാൻ കഥ കേട്ടപ്പോൾ മമ്മി സെഞ്ച്വറി കഥ പറഞ്ഞപ്പോൾ വളരെ ഒരു ഫ്രഷായിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നി. അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ CI ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് തന്നെ 1-2 സിനിമയിൽ പോലീസ് ഓഫീസറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആ അഭിനയം കണ്ടുകൊണ്ടായിരിക്കും ഇതിലും എന്നെ തന്നെ സജസ്റ്റ് ചെയ്ത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് ഇവിടെ വെച്ച് തന്നെ ദുബായിൽ വെച്ചിട്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക, പൂജ നടത്തുക, ഒരുപാട് സന്തോഷം. മറ്റു വാർത്തകളിലേക്ക്. MEC7 സൗദി ഈസ്റ്റേൺ പ്രോവിൻസ് കൂട്ടായ്മ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ജുബൈൽ, അൽക്കോബ, റാക്ക, ദമാം ക്ലബ്ബുകളിൽ നിന്നായി 100-ലേറെ അംഗങ്ങളും കുടുംബങ്ങളും സംഗമത്തിന്റെ ഭാഗമായി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വ്യത്യസ്ത കായിക മത്സരങ്ങൾ അരങ്ങേറി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഷ്റഫ് കൊണ്ടോട്ടി, സിറാജ് കാസർഗോഡ്, വലീദ് മഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നവോദയ സൗദി അൽക്കോബാർ ഘടകം ഏകദിന സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഷമീർ കുടിയത്തൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബവേദി പ്രസിഡന്റ് റിയാസ്, ഫാസിൽ, ലക്ഷ്മണൻ കണ്ടമ്പത്ത് എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗദിയിലെ കേരള എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വാർഷിക സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. റിയാദിലെ റിമാലിലെ ഇസ്തിറാഹയിൽ വെച്ചായിരുന്നു പരിപാടി. ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് അബ്ദുൽ നിസാർ നിർവഹിച്ചു. നിരവധി മത്സരങ്ങളും കലാപ്രകടനങ്ങളും അരങ്ങേറി. എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്പോർട്സ് കമ്മിറ്റിയും ചടങ്ങിന് നേതൃത്വം നൽകി. വിമാന ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രവാസി സമൂഹം നേരിടുന്നത് കടുത്ത അനീതിയെന്ന് ഷാഫി പറമ്പിൽ MP. പ്രവാസികളുടെ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടലുണ്ടാകുമെന്ന് ബഹ്റൈൻ സന്ദർശനത്തിനിടെ ഷാഫി പറമ്പിൽ മീഡിയ വണ്ണോട് പറഞ്ഞു. വടകര MP ഷാഫി പറമ്പിലാണ് ബഹ്റൈനിൽ നിന്ന് മീഡിയ വണ്ണൊപ്പം ചേരുന്നത്. ഷാഫി, വടകരയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ, അതായത് പ്രവാസികളായ വടകരക്കാർ ഏറ്റവും കൂടുതലുള്ള GCC രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. അപ്പോൾ ബഹ്റൈനിൽ നമുക്ക് ഗൾഫ് എയറുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ഒരു വിഷയം. ഏപ്രിലോടുകൂടി കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ നിർത്തുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് ഷാഫി അധികൃതർക്ക് കത്തയച്ചു. അതിൻ്റെ വിശദീകരണങ്ങളോ മറുപടികളോ എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഈ മേൽ സൂചിപ്പിച്ച വിഷയം ഞാൻ ഇന്നിപ്പം അംബാസഡറുമായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഏവിയേഷൻ മിനിസ്റ്റർ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ മാർച്ച് 10 മുതൽ തുടങ്ങുന്ന സെഷനിൽ ഗൾഫ് എയർ ഒഫീഷ്യൽസിനെ ഒരു മീറ്റിംഗ് ഏവിയേഷൻ മിനിസ്റ്റർ നേരിട്ട് പങ്കെടുക്കുന്നു, ഞങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതായിട്ടൊരു മീറ്റിംഗ് വെക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ഗൾഫ് എയറിനും കത്തയച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫോമൽ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്നും അവരും അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാമെന്നും ഗൾഫ് എയറിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് അവരും പറഞ്ഞിട്ടുണ്ട്. ദേ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ദാറ്റ് പ്രോസസ്സ്. അപ്പോൾ ആ കാര്യത്തിലൊരു ഫോളോ അപ്പ് എന്തുകൊണ്ട് അതൊരു നെസസിറ്റി ആണ് എന്നുള്ളത് ഇവരെ ഈ പറയുന്ന പാർട്ടീസിനെ എല്ലാം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞൂടെ, മേ ബി കൊമേഴ്ഷ്യൽ റീസൺസ്. ബട്ട് നമുക്കത് വലിയൊരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ ആളുകൾക്കുള്ള ആക്സസ് നഷ്ടപ്പെടുകയാണ്. അപ്പം 10ാം തീയതിക്ക് ശേഷം വീട്ടിലും ഡിമാൻഡ്സ്, പിന്നെ ബജറ്റിൻ്റെ ഡിമാൻഡിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഗൾഫ് എയർ ഒഫീഷ്യൽസിനെ ഏവിയേഷൻ മിനിസ്റ്റർ നേരിട്ട് വിളിക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഈ കൺസേൺ ഒരിക്കൽ കൂടി ഉയർത്തി അത് ഫോളോ അപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രവാസികൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, പ്രവാസി പെൻഷനും അതുപോലെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റിലുള്ള സബ്സിഡി.
പിന്നെ ഇതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് സീസണലാകുമ്പോൾ ഉണ്ടാകുന്ന തീവെട്ടിക്കൊള്ള, ഈ വിഷയങ്ങളിലൊക്കെ പാർലമെന്റിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്? പാർലമെന്റിലെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ ഈ വിഷയത്തിൽ കൊണ്ടുവന്ന് ഞാനാണ്. അത് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷവും 5 തവണ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഈ റേറ്റിൻ്റെ ഹൈക്കിങ്ങിനെ ഓരോ സമയത്തും കൃത്യമായിട്ട് ശ്രദ്ധയപ്പെടുത്തുന്നുണ്ട്. ഇപ്പം പാർലമെൻറ്റിൻ്റെ ഒരു പൊതുബോധം ഇത് കൊള്ളയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും വി ആർ ഓൺ കോമൺ ഗ്രൗണ്ട്, എല്ലാവരും ഒരു സെയിം ഗ്രൗണ്ട്, ഒരു കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു നമുക്കറിയാം, അതൊരു ഗ്ലോബൽ സിനാരിയോ ആണ്. മാർക്കറ്റ് ഡ്രിവൺ എന്നുള്ള ഓമന പേരിൽ നടത്തുന്ന കൊള്ളയാണ്. അപ്പോൾ അതിനെ എവിടെ നിയന്ത്രിക്കാൻ കഴിയും, എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ളതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നുള്ള ഉറപ്പ് പാർലമെൻറ്റിനകത്തും പുറത്തും മിനിസ്റ്റർ നൽകുന്നുണ്ട്. അതിൻ്റെ ശേഷമുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. നല്ല പ്രഷർ ഇക്കാര്യത്തിൽ തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചതല്ല. അറിയാം അത് സമയമെടുക്കും എന്നുള്ളത്. പക്ഷേ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവും. വലിയ അനീതി ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കാര്യത്തിൽ, അതുപോലെ തന്നെ ഡിലേയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ സീസണൽ പ്രൈസ് ഹൈക്കിൻ്റെ കാര്യത്തിലൊക്കെ വലിയ അനീതി സമൂഹം നേരിടേണ്ടി വരികയാണ്. അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. നിരന്തരവും തുടർച്ചയുള്ളതായിട്ടുള്ള ഇടപെടലും ഉണ്ടാവും. ഷാഫി മുൻപും പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഇതൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു വൺ ഡേ പ്രപ്പോസൽ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഒരു പ്രവാസികളുടെ കൂടി എം പിയാണ്, ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള നാട്ടിലെ കൂടി എം പിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ലോങ് ടൈം പ്ലാൻ ഉണ്ടോ? പ്രവാസികളുടെ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം, പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു ലോങ് ടൈം പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാനും കോൺക്രീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിന് മുന്നിൽ കാണാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ വിസിറ്റിലും ആളുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒഫീഷ്യൽസിനെ, ഗവൺമെൻറ്റിനെ, മന്ത്രിമാരെ ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട്. ഒരു കാര്യം അവതരിപ്പിച്ചു എന്നുള്ളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ ഇപ്പം ഒരു അനിവാര്യമായ ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ഭരണം മാറണം എന്ന് മാത്രമല്ല UDF പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം മാറണമെന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മാറേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ പ്രവാസി ഇഷ്യൂ അടുത്ത UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളുടെ ആക്ഷൻ പ്ലാൻ കൃത്യമായി ജനങ്ങളെ അറിയിക്കും, അവരുമായി സംവദിക്കും, അവരിൽ നിന്ന് കാര്യങ്ങൾ കേട്ടും അറിഞ്ഞും തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റിലേക്ക് വരുമ്പോൾ പ്രവാസികളെ തീരെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ബജറ്റായിരുന്നു. അത്തരം വിഷയങ്ങളൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം? ഇത് സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ നട്ടെല്ലാണെന്ന് പ്രസംഗത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നട്ടെല്ലാണെങ്കിൽ അത് ഒടിഞ്ഞു പോകാതിരിക്കാനുള്ള ജാഗ്രത ഭരണകൂടങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പല ഇഷ്യൂസും ഞങ്ങൾ ഇന്നിപ്പോൾ അവതരിപ്പിച്ചു. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട് 10 വർഷമായിട്ട് വീട്ടിൽ പോകാത്തൊരു സഹോദരി എന്നുവെച്ചാൽ എന്തോ പൈസ പലിശക്ക് എടുത്തിട്ട് അതിൽ ബ്ലാങ്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് കയ്യിലില്ലാത്തതിൻ്റെ പേരില്ല. പിന്നെ വെൽഫെയർ സ്കീമുകളുടെ ഭാഗമായിട്ട് ഇവിടുന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇപ്പോൾ ഇവർ തന്നെ പറയാം, പിന്നെ ഏതാണ്ട് 1,20,000 ടിക്കറ്റ് വരണം, ഒരു മൃതദേഹം ചാർജ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചാർജ് വരാണെന്ന്. അപ്പം നമ്മുടെ റെമിറ്റൻസ്, ഈ നാട് നിലനിൽക്കുന്നതിന്, പ്രത്യേകിച്ച് കേരളമൊക്കെ നിലനിൽക്കുന്നതിന് റെമിറ്റൻസിൻ്റെ, ഇവിടുത്തെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ തോത് എത്ര വലിയൊരു സ്ട്രെങ്ത് ആണെന്ന് അറിയാം. അപ്പോൾ അവർ നാടിന് തരുന്നതിൻ്റെ 10-1 തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റുകൾക്കുണ്ട്. അത് കാണിക്കുന്നില്ല എന്നുള്ള മാത്രമല്ല, ഇപ്പോൾ പ്രവാസി ഭാരതീയ ദിവസം പോലും എല്ലാ വർഷവും നടന്ന കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നു. അപ്പം ഈ കോൺഗ്രസിനും ലീഗ് ഉൾക്കൊള്ളുന്ന UDFനും രാജ്യത്ത് പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്കും അക്കാര്യത്തിലൊരു നയമുണ്ട്. ഇവരെ ഇങ്ങനെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വിഷയത്തിൽ ലാൻഡിൻ്റെ ഇൻഡെക്സേഷൻ, എന്താ നാട്ടിലൊരു ഭൂമി വാങ്ങിയിട്ട് ഒരാൾ വിൽക്കുമ്പോൾ പ്രവാസിക്ക് മാത്രം ഒരു വിവേചനം, അവർക്ക് അധികം നികുതി അടക്കണം എന്ന് പറയുന്നത് അതൊരു മര്യാദയില്ലാത്ത സമീപനമാണ്, കുറച്ചും കൂടി തെളിച്ച് പറഞ്ഞാൽ. അപ്പോൾ അതിനെ മാറ്റം വരുത്തുന്നൊരു ഭരണക്രമവും സംവിധാനവും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ പ്രസ്താവനകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം റീസെൻ്റായിട്ട് വന്നതിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ഉണ്ടെന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാര്യം? ഞാൻ ഇവിടെ നിന്നിട്ട് അതിനൊന്നും ഇപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നാട്ടിൽ ചെന്നിട്ട് പറയേണ്ടപ്പോൾ പറയും. ACC തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നാട്ടിൽ ചെല്ലട്ടെ. സൗദിയിലെ അൽ ഹസയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കായംകുളം ചേരാവള്ളി സെറീന മൻസിലിൽ ആഷിഖ് അലിയാണ് മരിച്ചത്. അൽ അഖ്സ ഫദീല റോഡിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം. അപകടത്തിൽ സ്വദേശി പൗരനും മരിച്ചു. ആഷിഖ് അലി ഓടിച്ചിരുന്ന ഫോർച്യൂണർ കാറിൽ സൗദി പൗരൻ ഓടിച്ചിരുന്ന വാഹനം വന്നിടിക്കുകയായിരുന്നു. ആഷിഖ് അലി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇടിച്ച വാഹനത്തിലെ സൗദി പൗരൻ ഹുഫൂഫ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. മൃതദേഹം ഹുഫൂഫ് കിങ് ഫഹാദ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. മലപ്പുറം സ്വദേശി സൗദിയിലെ യാംബുവിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി. മലപ്പുറം പൊന്നാണി തെക്കേപ്പുറം ചെറുവളപ്പിൽ മുഹമ്മദ് നിയാസാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. 12 വർഷങ്ങളായി
യാംബുവിൽ സ്വകാര്യ കമ്പനിയിൽ വെസ്റ്റേൺ റീജിയണൽ മാനേജറായിരുന്നു. ഭാര്യ റൈഹാനത്ത് യാംബു അൽമനാർ സ്കൂളിൽ ജീവനക്കാരിയാണ്. ചെറുവളപ്പിൽ ആലി മുഹമ്മദ് സൈനബ ദമ്പതികളുടെ മകനാണ് നിയാസ്. ഏകമകൻ റയ്യാൻ മുഹമ്മദ് UKG വിദ്യാർത്ഥിയാണ്. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന തമിഴ്നാട് സ്വദേശി സൗദിയിലെ യാംബുവിൽ മരണമടഞ്ഞു. തമിഴ്നാട് കടയനല്ലൂർ പുളിയങ്ങാടി സ്വദേശി സൈദലിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. വാഹനമിടിച്ച് ഗുരുതര പരിക്കുകളോടെ യാംബു ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അൽബൈക്കിലെ ജീവനക്കാരനാണ്. അനന്തര നടപടിക്കായി കമ്പനി അധികൃതരും ഇന്ത്യൻ വെൽഫെയർ ഫോറം പ്രവർത്തകരും രംഗത്തുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സാഹിത്യ പുരസ്കാരം നേടി ബഹ്റൈനിൽ പ്രവാസിയായ എഴുത്തുകാരൻ. കവിതാ വിഭാഗത്തിലെ പുരസ്കാരമാണ് കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശി യഹ്യ മുഹമ്മദിന് ലഭിച്ചത്. നാസിസസ് എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹമായത്. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗത്തിലേക്കുള്ള മലയാള വിഭാഗം തെരഞ്ഞെടുപ്പിൽ സാഹോദര്യം പാനലിന് വിജയം. താജുദ്ദീൻ കെ നയിക്കുന്ന പാനലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത 2 വർഷത്തേക്കുള്ള പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി ഉടൻ ചുമതലയേൽക്കും. 2017 ശേഷമുള്ള ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പായിരുന്നു. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് തുറയൂർ ബഹ്റൈൻ ചാപ്റ്ററിന്റെ പുതിയ പ്രവർത്തന കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കരീം പുളിയങ്കോട്ട് പ്രസിഡന്റായും, മലോൽ രാജൻ ജനറൽ സെക്രട്ടറിയായും, ഹരീഷ് PK ഓർഗനൈസിംഗ് സെക്രട്ടറിയായും, സുബൈർ കണ്ണമത്ത് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. കുവൈത്തിലെ ഹവല്ലിയിൽ പ്രവാസികളായ പുരുഷ തൊഴിലാളികൾക്ക് അഭയകേന്ദ്രം തുറന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ്, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആക്ടിംഗ് ഡയറക്ടർ മർസൂഖ് അൽ ഒത്തൈബി, കുവൈത്തിലെ വിവിധ നയതന്ത്ര പ്രതിനിധികളും പങ്കെടുത്തു. 10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സെന്ററിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഷെൽട്ടറിൽ വനിതാ പ്രവാസികളെ പാർപ്പിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ മിഡ് ഈസ്റ്റ് അവർ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.